ഓസ്ട്രേലിയ ജയിച്ചതോടെ പോയിന്റ് ടേബിളിൽ ഇന്ത്യയെ പിന്തള്ളി ഓസ്ട്രേലിയ ഒന്നാമതെത്തി. റൺ റേറ്റിന്റെ ബലത്തിലാണ് ഓസീസ് ഒന്നാമതായത്. ഇന്ത്യയ്ക്ക് +2.35ഉം ഓസ്ട്രേലിയയ്ക്ക് +2.47ഉമാണ് റൺ റേറ്റ്. എന്നാൽ ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തും. ബംഗ്ലാദേശിനെ 140 റൺസിൽ ഒതുക്കിയ ഓസീസ് 11 ഓവറിൽ ലക്ഷ്യം കണ്ടു. മഴയിടയ്ക്ക് മത്സരം തടസ്സപ്പെടുത്തിയതോടെ DLS നിയമപ്രകാരം ഓസ്ട്രേലിയയ്ക്ക് 73 റൺസ് മതിയായിരുന്നു. അങ്ങനെ 28 റൺസിന്റെ വിജയമാണ് ഓസീസ് നേടിയത്. ഹാട്രിക് വിക്കറ്റ് നേടിയ പാറ്റ് കമ്മിൻസ് ആണ് മാൻ ഓഫ് ദി മാച്ച്. സാംബ 2 വിക്കറ്റ് നേടി. ബംഗ്ലാദേശിനായി ക്യാപ്റ്റൻ ഷാൻഡോ 41ഉം ഹൃദോയ് 40ഉം റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ വാർണർ 35-50ഉം ഹെഡ് 21-31ഉം റൺസ് നേടി. മാക്സ്വെൽ 6 ബോളിൽ 14 റൺസ് നേടി. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 7 റൺസിന് തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്ക ഡ്രീം റൺ തുടരുന്നു. 38 പന്തിൽ 65 റൺസ് അടിച്ച ഡീകോക്കാണ് മാൻ ഓഫ് ദി മാച്ച്. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഡീകോക്കിൻ്റെയും 43 റൺസ് എടുത്ത മില്ലറിൻ്റെയും കരുത്തിൽ 163 റൺസ് നേടി. ഇംഗ്ലണ്ടിനായി ആർച്ചർ 3 വിക്കറ്റ് നേടി. എന്നാൽ താരം 40 റൺസ് വഴങ്ങിയത് ഇംഗ്ലണ്ടിനെ തിരിച്ചടിയായി. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് സ്കോർ മറികടക്കുമെന്ന് തോന്നിയെങ്കിലും രണ്ടാം പകുതിയിൽ ദക്ഷിണാഫ്രിക്ക തിരിച്ചു വന്നു. 139 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിൽ 17.2 ഓവറിൽ ഇംഗ്ലണ്ട് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. ജയിക്കാൻ വെറും 16 പന്തിൽ വേണ്ടിയിരുന്നത് 24 റൺസ്. ക്രീസിൽ ഹാരി ബ്രൂക്കും ലിവിങ്സ്റ്റണും. എന്നാൽ മാക്രത്തിൻ്റെ മാസ്മരികമായ ക്യാച്ചിൽ ബ്രൂക്ക് വീണതോടെ ഇംഗ്ലണ്ടും വീണു. ദക്ഷിണാഫ്രിക്കയ്ക്ക് 7 റൺസിൻ്റെ ത്രില്ലർ വിജയം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ USA 9 വിക്കറ്റിന് തോൽപ്പിച്ച വിൻഡീസ് 128 റൺസിന് USA പുറത്താക്കിയപ്പോൾ 10.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിൻഡീസ് ലക്ഷ്യം കണ്ടു. ഷായ് ഹോപ്പ് 39 പന്തിൽ 82 റൺസ് നേടി. 8 സിക്സും 4 ഫോറും. നിക്കോളാസ് പുലൻ 12 പന്തിൽ 3 സിക്സ് ഉൾപ്പെടെ 27 റൺസ് നേടി. റസ്റ്റൺ ചേസും ആന്ദ്രെ റസലും 3 വിക്കറ്റ് വീതം വീഴ്ത്തിയതാണ് USA ബാറ്റിങ്ങിനെ 128-ൽ ഒതുക്കിയത്. ഇതോടെ വിൻഡീസ് മികച്ച റൺ റേറ്റിൽ ഇംഗ്ലണ്ടിനെ മറികടന്ന് ഗ്രൂപ്പിൽ രണ്ടാമതെത്തി. 4 പോയിന്റുള്ള സൗത്ത് ആഫ്രിക്കയാണ് ഒന്നാമത്.